ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല പ്രോഗ്രാമുകളിലും പങ്കെടുക്കാറുണ്ട്, ഓർഗനൈസ് ചെയ്യാറുണ്ട്. ചിലതൊക്കെ ബോറായിരിക്കും, പക്ഷേ ചില പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നുക മാത്രമല്ല, അതേക്കുറിച്ചുള്ള മധുര സ്മരണകൾ കുറേ കാലം നമുക്ക് ഊർജം പകർന്നുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഓർഗനൈസ് ചെയ്ത സംഗമം 2025. ഇപ്പം ഞാൻ പഠിച്ച കോളേജ്, ഞാൻ ജോലി ചെയ്ത കോളേജ്, അന്നത്തെ സഹപ്രവർത്തകരെ കാണാൻ പറ്റി. എൻ്റെ വിദ്യാർത്ഥികളുടെ കൂടെ കുറേ സമയം ചെലവഴിച്ചു. അതിൻ്റെ മാറ്റുകൂട്ടാൻ വേറൊരു പരിപാടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗീത സന്ധ്യ. അതാണെങ്കിൽ ദൃശ്യാവിഷ്കാരത്തോടുകൂടി നടത്തിയ ഒരു സംഗീത സന്ധ്യ. സത്യം പറഞ്ഞാൽ നമ്മുടെ കലാകാരന്മാർ നമ്മളെ വിട്ട് പോയി കഴിയുമ്പോഴാണ് അവരുടെ കലാസൃഷ്ടികൾ നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഇടം പിടിക്കുന്നത്. ജയചന്ദ്രൻ്റെ ഗാനങ്ങളാണെങ്കിൽ നമുക്ക് അങ്ങേറ്റം ഹൃദയസ്ഥമാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അങ്ങനെ കുറേ ഗാനങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കലാകാരന്മാരുടെ ജീവിതം എത്രയോ ധന്യമാണല്ലേ. അവർ മൺമറഞ്ഞു പോയാലും ഇനി വരുന്ന എത്രയോ തലമുറയ്ക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് അവർ പോയത്. നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബാക്കി വെക്കണം അല്ലേ, ഇനി വരുന്ന ആളുകൾക്ക് സന്തോഷിക്കാൻ വേണ്ടി. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ എന്തെങ്കിലും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഞാനൊരിക്കലും ഒരു കോളേജിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നു. രാവിലെ കുട്ടികൾ വരുമ്പോൾ 2 ചോറ് പൊതികൾ കൊണ്ടുവരും. ഒന്ന് അവർക്കുള്ളതാണ്, ഒന്ന് തൊട്ടടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഉച്ചയ്ക്ക് അവർക്ക് കഴിക്കാനുള്ള ഫുഡാണ്. ആ പ്രാക്ടീസ് എങ്ങനെയാണ് ഉണ്ടായതെന്നറിയാമോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പ്രിൻസിപ്പലായിരുന്ന ഒരു സാറ് ഉണ്ടാക്കിയ ഒരു പ്രാക്ടീസാണ്. സാറ് റിട്ടയർ ചെയ്തു. സാറ് നമ്മളെല്ലാം വിട്ടുപോയെങ്കിലും സാറുണ്ടാക്കിയ ആ ഒരു പ്രാക്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഇങ്ങനെ വീട്ടിലായാലും നാട്ടിലായാലും എവിടെയായാലും നമുക്കൊരു മാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ? തീർച്ചയായും സാധിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്നും നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. സ്വന്തം ജീവിതം ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം. പക്ഷേ ഇത് പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റാറില്ല. ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് പലപ്പോഴും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റാറില്ല. എന്നാൽ ഇടപെടലുകളും നിയന്ത്രണങ്ങളും മനുഷ്യജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. കുഞ്ഞായിരിക്കുമ്പോൾ വളർന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ബ്രെയിൻ വേണ്ടത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല. മനുഷ്യനെപ്പോഴും ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ട ആളാണ്, പ്രവർത്തിക്കേണ്ട ആളാണ്. പക്ഷേ ആ വളർന്നു വരുന്ന അവസരത്തിൽ ബ്രെയിൻ പൂർണ്ണമായിട്ടും ഡെവലപ്ഡ് ആകാത്തത് കൊണ്ട് അയാളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല. ചിലപ്പോൾ അയാൾക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. മുതിർന്ന ആളുകളുടെ ഇടപെടലുകളും നിയന്ത്രണങ്ങളും അത്തരം സന്ദർഭങ്ങളിൽ ആവശ്യമാണ്. ഈ ഇടപെടലുകൾ, നിയന്ത്രണങ്ങൾ എത്ര വരെയാകാം, എങ്ങനെയാകാം, ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ വളരെ അടുത്ത ആളുകളുടെ കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ട് വല്ലാണ്ട് ഇടപെടുമല്ലേ. പ്രത്യേകിച്ച് പാരൻറ്റിങ്ങിലൊക്കെ കണ്ടിട്ടില്ലേ, കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, പഠന കാര്യങ്ങളിൽ മാതാപിതാക്കൾ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. കുട്ടികൾ പക്ഷെ മൈൻഡ് ചെയ്യില്ല കേട്ടോ. അവർ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അവരുടെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അവർ വകവെക്കാതെ വരുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് വലിയ സങ്കടമാകും. അവർ കാല് പിടിക്കും, കെഞ്ചി പറയും, പക്ഷെ ഒരു ഗുണം ഉണ്ടാവില്ല. കുട്ടികൾ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കും. അവർ വല്ലാത്ത വിഷമത്തിലും ആകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഹൃദയവേദന ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. അവർക്ക് മക്കളോട് ഒരുപാട് സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ പേരിലാണ് ഇവരിത് പറയുന്നത്. പക്ഷെ കുട്ടികൾക്കത് മനസ്സിലാവുന്നില്ല. അവിടെ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്നത് എന്താണെന്നോ, പറയാനുള്ള കാര്യങ്ങൾ ശാന്തമായി പറഞ്ഞതിന് ശേഷം, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, തീരുമാനം നിൻ്റേതാണ്. എപ്പോഴും ഇത് പറഞ്ഞു എപ്പോഴും ഇത് പറയുമ്പോൾ എന്ത് പറ്റുമെന്നോ, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ പറയണത്. അപ്പോൾ അത് പ്രതിരോധിക്കാനുള്ള ചിന്തകളാണ് അവരുടെ മനസ്സിലുണ്ടാവുക. എപ്പോഴും ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം. അപ്പോൾ മേലാൽ ഇങ്ങനെ പറയാതിരിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ സ്വീകരിക്കും. അവരുടെ നിലപാടുകൾ വ്യക്തമാക്കും. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുകയാണെങ്കിലേ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. 2 വശങ്ങളും ചിന്തിക്കാനുള്ള ഒരു സ്പേസ്.
അമ്മയും അച്ഛനും ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്കൊരു മാറ്റം വേണോ വേണ്ടയോ, ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ ചിന്തിക്കാനുള്ളൊരു സ്പേസ് വേണ്ടേ? പലപ്പോഴും കുട്ടികൾക്ക് കിട്ടാറില്ല. നിരന്തരം ഇങ്ങനെ പറയുന്നതിലൂടെ അവർക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് കിട്ടാതെ വരുന്നു. പിന്നെ ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ്, നമ്മൾ തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കുമ്പോൾ പന്ത് അവരുടെ കോർട്ടിലാണ്. ഗോൾ അടിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പൊതുവെ ആളുകൾ തയ്യാറാവില്ല. അവർക്ക് പല സംശയങ്ങളുണ്ടാകും. എന്താണ് അമ്മയ്ക്കും അച്ഛനൊരു മാറ്റം? ഞാൻ ഉത്തരവാദിത്വം എടുത്താൽ ശരിയാകുമോ? അവരുടെ അത്ര എക്സ്പീരിയൻസ് എനിക്കില്ലല്ലോ. ഇത്തരം ചിന്തകളൊക്കെ വരണമെങ്കിൽ നമ്മൾ അവർക്ക് ഈ സ്പേസ് കൊടുത്തേ മതിയാവും. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തരമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഒരാളുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ഇടപെടരുത്. നമ്മൾ എന്തുമാത്രം പുരോഗമിച്ചല്ലേ, എന്നാലും ആശയങ്ങളിലും മനോഭാവങ്ങളിലും തീരെ പഴഞ്ചന്മാരായ ആളുകൾ ഒരുപാട് നമ്മുടെ ചുറ്റുമുണ്ട്. അവർ വളരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ കയറി ഇടപെടും. പ്രത്യേകിച്ചും അവർ ഇടപെട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ മക്കളുടെ വിവാഹം. മക്കൾ പലരും ഇപ്പോൾ തനിയെ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുന്നവരാണ്. ചില മാതാപിതാക്കൾ വിവേകത്തോടു കൂടി പറ്റുന്ന കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് വിവാഹം നടത്തി കൊടുക്കും. പക്ഷേ വേറെ ചിലരുണ്ട്, മകനോ മകളോ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുന്നു, പക്ഷേ റിലീജിയൻ വേറെയാണ്, ബാക്കി എല്ലാം കൊണ്ട് പൊരുത്തമാണ്. ഇവർ ജന്മം ചെയ്താൽ അത് സമ്മതിക്കില്ല. കാരണം എന്താണ്? നമ്മുടെ ഇത്രയും പാരമ്പര്യമുള്ളൊരു കുടുംബത്തിലേക്ക് ഒരു അന്യമതത്തിൽപ്പെട്ട ആൾ വന്നു കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും, ആളുകൾ എന്ത് കരുതും? ഈ ചിന്തയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ എന്താ? ജോലിയിൽ പൊരുത്തമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യം, സ്വത്ത്, ഇതെല്ലാം ഉണ്ട്. ഈ ഒരൊറ്റ കാര്യമാണ് പ്രശ്നം. അപ്പം എല്ലാത്തിലും പൊരുത്തമുണ്ട്. റിലീജിയൻ വേറെയാണെന്ന് പറഞ്ഞ് ആ വിവാഹത്തെ അംഗീകരിക്കാത്ത മാതാപിതാക്കൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ചിന്ത ഇതാണ്. ഇത്രയും പാരമ്പര്യമുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു അന്യജാതിക്കാരൻ, അന്യജാതിക്കാരി വന്ന് കയറി കഴിഞ്ഞാൽ ആളുകൾ എന്ത് പറയും? അല്ലാതെ മക്കളുടെ ഒരു വെൽഫെയർ അല്ലല്ലോ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. വേറെ ചിലരുണ്ട്, എല്ലാ പൊരുത്തങ്ങളും ഉണ്ട്, പക്ഷെ സാമ്പത്തികം പ്രശ്നമാണ്. ജോലി, നല്ല വരുമാനം എല്ലാം ഉണ്ട്, പക്ഷെ കുടുംബത്തിലെ സ്വത്തില്ല. അതിൻ്റെ പേരിൽ വിവാഹബന്ധത്തെ എതിർക്കുന്നവരുണ്ട്. അവിടെ എന്താ സത്യത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബാക്കിയുള്ളവർ വന്ന് ഇവരുടെ വീട് കാണുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ, അവരെന്ത് കരുതും? പിന്നെയും ഒരു കൂട്ടരുണ്ട്, മകൻ്റെയോ മകളുടെയോ ജീവിത പങ്കാളിക്ക് സൗന്ദര്യം കുറച്ച് കുറവാണെന്ന് കരുതുന്ന മാതാപിതാക്കൾ. അവിടെയും പ്രശ്നമാണല്ലോ. ആളുകൾ കാണുമ്പോൾ പറയില്ലേ, ഇത് എവിടെ നിന്ന് കിട്ടി? മക്കളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, പക്ഷെ ഒരു തരത്തിലും ആ സന്ദേശം മക്കളിലേക്ക് എത്തില്ല. കാരണം അവർ അനലൈസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ചിന്തകൾ വേറെയാണ്. പിന്നെ മക്കൾ അവർക്ക് ഒട്ടും യോജിക്കാത്ത ജീവിത പങ്കാളികളെയും തിരഞ്ഞെടുക്കാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ സംസാരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി തീരുമാനം നിൻ്റേതാണ്, നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒന്നല്ല വിവാഹം. മൂന്നാമത്തെ കാര്യം, നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കേണ്ടതായിട്ട് വരും. അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായോ അല്ലാതെയോ ഒക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരാം. ഇപ്പോൾ ജോലി ചെയ്താൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട്? ആ റിസൾട്ട് കിട്ടണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധിക്കാം. പക്ഷേ പലപ്പോഴും എന്ത് പറ്റുമെന്നോ, അതിൻ്റെ പ്രോസസ്സില്ലേ, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിലെ എല്ലാ കാര്യങ്ങളിലും അവരിടപെട്ടുകൊണ്ടിരിക്കും. ഇത് ചിലരെ വല്ലാണ്ടങ്ങ് ഇറിറ്റേറ്റ് ചെയ്യും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ചിലപ്പോൾ ചാർജ് തരും. അവർ ലീവ് എടുക്കുമ്പോൾ, ലീവ് എടുത്തവർ വീട്ടിലിരിക്കുമ്പോൾ മുഴുവൻ അവിടെ നിന്ന് നിർദ്ദേശങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് അറിയണം ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത്. എനിക്ക് ചാർജ് തന്നാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അവിടെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ചോദിക്കാം. എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന ജോലി പോലും തടസ്സം ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെയല്ലേ. ചില ആളുകൾക്ക് അത് ഇഷ്ടമായിരിക്കാം. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, കുറച്ചൊക്കെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക്, സ്വന്തം കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം, ചിലപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമുക്ക് വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ റിബല്യസ് ആകും, നമ്മളെ എതിർക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നോ, അവർക്ക് മനസ്സിലാകണം അവരോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ നന്മ ഉദ്ദേശിച്ചാണ് നമ്മളിത് പറയുന്നതെന്ന്. പക്ഷേ അവർക്ക് പലപ്പോഴും തോന്നുന്നത് എന്താണെന്നോ, അവരോട് ദേഷ്യമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതിൻ്റെ കാരണം സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ വരുന്ന ഒരു വീഴ്ചയാണ്. നിയന്ത്രണങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തേണ്ടി വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടണം, ഇത് സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന്. സ്നേഹം ഉള്ളിലുണ്ടായാൽ പോരാ,
അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹം പ്രകടിപ്പിക്കാതെ നിയന്ത്രണം മാത്രമാകുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 5-ാമത്തെ കാര്യം, ഈ കാര്യങ്ങളിൽ നമ്മുടെ ആശയവിനിമയം അങ്ങേയറ്റം ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ നിയന്ത്രിക്കുമ്പോഴേ കുറ്റപ്പെടുത്തുന്നൊരു ടോൺ അതിനകത്ത് കടന്നു വരും, അല്ലെങ്കിൽ വാക്കുകൾ അതിനകത്ത് കടന്നു വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അയാൾ ചെയ്ത ആക്ഷനാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അയാളുടെ പ്രവൃത്തിയിൽ വരുത്തേണ്ട മാറ്റമാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും നിയന്ത്രിക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകളാണ് കൂടുതലും കടന്നു വരുന്നത്. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതിലെ കുറച്ച് ശ്രദ്ധിക്കണ്ടേ, തീരെ ശ്രദ്ധയില്ല, എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡയലോഗുകളില്ലേ. ഇങ്ങനെയുള്ള ഡയലോഗുകളും കൊണ്ട് നിയന്ത്രിക്കാൻ ചെന്നാൽ അത് നടക്കില്ല. ഒരു ചെറിയ തമാശ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ കൊച്ചുമോള് ചിലപ്പോൾ ചെരുപ്പിടുമ്പോൾ ഇടത്തെ കാലിലെ ചെരുപ്പ് വലത്തെ കാലിലിടും, വലത്തെ കാലിലെ ഇടത്തെ കാലിലിടും, അങ്ങനെ മാറിപ്പോവും. ഇവൾക്കിതറിയാം. അവൾക്ക് 5 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈയിടെ അവൾ ചെരുപ്പിട്ടപ്പോൾ എന്നോട് പറയുകയാണേ, അതെ ചെരുപ്പ് മാറിപ്പോയെന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഇട്ട് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാകും മാറിയിട്ടുണ്ടോയെന്ന്, എന്നിട്ട് ഞാൻ മാറ്റിയിട്ടോളാം. എനിക്ക് അതിശയം തോന്നി കേട്ടോ. ആ പ്രായത്തിലുള്ളൊരു കുട്ടി പോലും ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ഭൂരിഭാഗം പേരും അങ്ങനെയുള്ളവരാണ്, പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 1 2 3 4 5 എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായില്ലേ. അതുമാത്രമല്ല, എന്തെങ്കിലും കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ നിർദ്ദേശങ്ങൾ തന്ന ആളിൻ്റെ തലയിലേക്ക് വെച്ചാൽ മതിയല്ലോ. അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്രോത്ത് ഉണ്ടാകില്ല, അവരുടെ എഫിഷ്യൻസിയും കുറയും. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്